Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part B. Let's start. നമുക്കിന്ന് പാർട്ട് ബിയുടെ ഒരു ക്വസ്റ്റ്യൻ ആവാം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ പ്രീവിയസ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വേറൊരു ടിപ്പും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ദ പേർപ്പസ് ഓഫ് ദീസ് മെമ്മോ ഈസ് ടു. അപ്പം ഇവിടെ ഒരു മെമ്മോ ആണെന്ന് മനസ്സിലായി. അതിൻ്റെ പേർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദ പേർപ്പസ് ഓഫ് ദീസ് മെമ്മോ ഈസ് ടു, എ ഓപ്ഷൻ പറയുന്നത് എന്താണ്? ദ പേർപ്പസ് ഓഫ് ദീസ് മെമ്മോ ഈസ് ടു പ്രൊവൈഡ് സ്റ്റാഫ് ഇൻഫർമേഷൻ ഓൺ ദ അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് മെത്തേഡ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണെന്ന്. ബി പറയുന്നു ദ പേർപ്പസ് ഓഫ് ദിസ് മെമ്മോ ഈസ് ടു നോട്ടിഫൈ ദ സ്റ്റാഫ് ഓഫ് പോസിബിൾ ചേഞ്ചസ് ഇൻ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉള്ള പോസിബിൾ ചേഞ്ചസിനെ പറ്റി സ്റ്റാഫിനെ നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്ന് ബി പറയുന്നു. സി പറയുന്നത് ദ പേർപ്പസ് ഓഫ് ദിസ് മെമ്മോ ഈസ് ടു റിമൈൻഡ് ദ സ്റ്റാഫ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പം ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സ്റ്റാഫിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് സി ഓപ്ഷൻ പറയുന്നു. അപ്പം നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ട്, ഒരു പുതിയ പ്രൊസീജിയറിനെ പറ്റി പറയുകയാണോ, ചേഞ്ചസ് ഇൻഫോം ചെയ്യുകയാണോ, അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണോ എന്നൊക്കെയുള്ളത് അല്ലേ. ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് റിമൈൻഡർ ആണ് എന്ന് മനസ്സിലാക്കുന്നത് എന്നുകൂടി നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഹെഡിങ് നോക്കാം. മെമ്മോ ടു ആർക്കുള്ളയാണിത്? ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിഷ്യൻസിനും ക്ലിനിക്കൽ സ്റ്റാഫിനുമുള്ള ഒരു മെമ്മോയാണിത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് അസെപ്റ്റിക് ടെക്നിക്സ് ആണ്. ഇനി നമുക്ക് പാരഗ്രാഫിലോട്ട് നോക്കാം. അസെപ്റ്റിക് ടെക്നിക്സ് പ്രൊട്ടക്ട്സ് ദ പേഷ്യൻസ് ഡ്യൂറിങ് ഇൻവേസീവ് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ബൈ എംപ്ലോയിങ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ദാറ്റ് മിനിമൈസ് ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിളി പോസിബിൾ ദ പ്രസൻസ് ഓഫ് ദ പാത്തോജനിക് ഓർഗാനിസംസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അസെപ്റ്റിക് ടെക്നിക്സ് പ്രൊട്ടക്ട് ദ പേഷ്യൻറ്റ് ഡ്യൂറിങ് ഇൻവേസീവ് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ബൈ എംപ്ലോയിങ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ്. അപ്പം ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നതിലൂടെ, ഒരു ക്ലിനിക്കൽ പ്രൊസീജിയറിൻ്റെ ടൈമിൽ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നതിലൂടെ നമുക്ക് പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിളി പോസിബിൾ ദ പ്രസൻസ് ഓഫ് പത്തോജനിക് ഓർഗാനിസംസ്. അപ്പം നമുക്ക് അതുമൂലം നമ്മൾ ഈ ഒരു അസെപ്റ്റിക് ടെക്നിക്സ് ഫോളോ ചെയ്യുന്നതിലൂടെ, ഒരു ക്ലിനിക്കൽ പ്രൊസീജിയറിൻ്റെ ടൈമിൽ അസെപ്റ്റിക് ടെക്നിക്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്, പത്തോജനിക് ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസ് നമ്മളോട് പറയുന്നത്. ഗുഡ് അസെപ്റ്റിക് ടെക്നിക്സ് പ്രൊസീജിയേഴ്സ് ഹെൽപ്പ് പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ ദ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ആൻഡ് മസ്റ്റ് ബി പ്രിസർവ്ഡ്. അപ്പം നല്ലൊരു അസെപ്റ്റിക് ടെക്നിക്സ് പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഹെൽപ്പ് പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ ദ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു ഗുഡ് അസെപ്റ്റിക് ടെക്നിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആസ് യു ആർ അവെയർ ദ എയിം ഓഫ് എവരി പ്രൊസീജിയർ ഷുഡ് ബി ടു മെയിൻറ്റെയിൻ ദ asepsis at all times by protecting the key parts and key sites from the contamination by microorganism. അപ്പം ഈ ഒരു പ്രൊസീജിയറിൻ്റെ എയിം ഓഫ് എവരി പ്രൊസീജിയർ, എല്ലാ പ്രൊസീജിയറിൻ്റെയും എയിം എന്ന് പറയുന്നത് എന്താണ്? മെയിൻറ്റെയിൻ ദ അസെപ്സിസ് മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും, ഓൾ ടൈംസ് ബൈ പ്രൊട്ടക്റ്റിംഗ് ദ എവിടെയൊക്കെ കീ പാർട്സ് ആൻഡ് കീ സൈറ്റ് ഫ്രം ദ കണ്ടാമിനേഷൻ ബൈ ദ മൈക്രോ ഓർഗാനിസം. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രൊസീജിയറിൻ്റെയും എയിം എന്താണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു അസെപ്റ്റിക് ടെക്നിക്സിലൂടെ നമുക്ക് ഈ ഒരു അസെപ്റ്റിക് ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്താണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നത് എന്ന് പറയുകയാണ്. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? ത്രൂ കറക്റ്റ് ഹാൻഡ് ഹൈജീൻ, കറക്റ്റായിട്ടുള്ള ഹാൻഡ് ഹൈജീൻ മെഷേഴ്സിലൂടെയും നോൺ ടച്ച് ടെക്നിക്സിലൂടെയും ഗ്ലൗ യൂസിലൂടെയും ആൻഡ് എൻഷുറിങ് ദ അസെപ്സിസ് ആൻഡ് സ്റ്റെറിലിറ്റി ഓഫ് ദ എക്യുപ്മെൻറ്റിൻ്റെ സ്റ്റെറിലിറ്റിയും അസെപ്സിസിലൂടെയും ഒക്കെ നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റുമെന്നാണ്. while the principles of aseptic techniques remain constant for all procedure. എല്ലാ പ്രൊസീജിയേഴ്സിൻ്റെയും പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, അസെപ്റ്റിക് ടെക്നിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിലും ദ ലെവൽ ഓഫ് പ്രാക്ടീസ് വിൽ ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റാൻഡേർഡ് റിസ്ക് അസസ്മെൻറ്റ്. അതിൻ്റെ അസെപ്റ്റിക് ടെക്നിക്സിൻ്റെ ലെവൽ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് വിൽ ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ എ സ്റ്റാൻഡേർഡ് റിസ്ക് അസസ്മെൻറ്റ്. സ്റ്റാൻഡേർഡ് റിസ്ക് അസസ്മെൻറ്റ് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓപ്ഷനിലോട്ട് നോക്കാം.
The purpose of this memo is to provide staff information on the appropriate method. Appropriate മെത്തേഡിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണോ? ഇവിടെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു അപ്രോപ്രിയേറ്റ് മെത്തേഡിനെ പറ്റി പറയുന്നുണ്ടോ അവർ? ഈ രീതിയിലൊക്കെ നമുക്ക് എന്താണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ്റെ ഇത് കുറയ്ക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഇതാണ് എന്ന് സ്റ്റാഫിനെ ഇൻഫോം ചെയ്യിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ഈ മെമ്മോയുടെ പേർപ്പസ് എന്ന് പറയുന്നത്. ബി പറയുന്നത് എന്താണ്? നോട്ടിഫൈ ദ സ്റ്റാഫ് ഓഫ് ദ പോസിബിൾ ചേഞ്ചസ് ഇൻ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസിനെ പറ്റി നോട്ടിഫൈ ചെയ്യുകയാണ്. ഇവിടെ ചേഞ്ചസിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. ലാസ്റ്റ് പറഞ്ഞ ചേഞ്ച് എന്തിനാണ്? ദ ലെവൽ ഓഫ് പ്രാക്ടീസ് വിൽ ചേഞ്ച്. അത് ആ ലെവൽ ഓഫ് പ്രാക്ടീസ് ചേഞ്ച് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ചേഞ്ച് ചെയ്യുന്നു എന്നാണോ പറയുന്നത്? അല്ല, ലെവൽ ഓഫ് പ്രാക്ടീസ് വിൽ ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റാൻഡേർഡ് റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ അതുമല്ല നമ്മുടെ ബിയുമല്ല നമ്മുടെ ആൻസർ എന്ന് മനസ്സിലായി. സി എന്ന് പറയുന്നത് എന്താണ്? ദ പർപ്പസ് ഓഫ് ദിസ് മെമോ ഈസ് ടു റിമൈൻഡ് ദ സ്റ്റാഫ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പോൾ അതല്ലേ നമ്മുടെ ആൻസറായിട്ട് വരിക. നമ്മൾ എവിടെയാണ് അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലായോ? ആസ് യു ആർ അവെയർ ദ എയിം ഓഫ് എവറി പ്രൊസീജിയർ ഷുഡ് ബി ടു മെയിൻറ്റെയിൻ ദ അസെപ്സിസ് അറ്റ് ഓൾ ടൈംസ് ബൈ പ്രൊട്ടക്റ്റിംഗ് ദ കീ പാർട്സ് ആൻഡ് കീ സൈറ്റ് ഫ്രം ദ കോണ്ടാക്ട് കണ്ടാമിനേഷൻ ബൈ മൈക്രോ ഓർഗാനിസം. അപ്പം നമ്മളെപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ നമുക്കറിയാം, നോൺ കേസ് ആണെങ്കിൽ നമ്മൾ എഴുതാറുണ്ട് അല്ലേ? ആസ് യു നോ, ആസ് യു അവെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെ എന്താണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് അല്ലേ? അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. അതേ സെയിം ടെക്നിക്സ് തന്നെയാണ് നമ്മുടെ റീഡിങ്ങിലും. നിങ്ങളിൽ പലർക്കും ഇത് അറിയാമായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർ കൂടി ഒന്ന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം നമുക്ക് മിക്കപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസ് ബി പാർട്ടിലെ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. ചേഞ്ചസിനെ പറ്റി പറയുവാണോ, ന്യൂ പ്രൊസീജിയറിനെ പറ്റി പറയുകയാണോ, റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണോ? അപ്പോൾ റിമൈൻഡർ ആണെന്ന് മനസ്സിലാക്കാനുള്ള 2-3 വേർഡ്സുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. ആസ് യു നോ, ആസ് യു അവെയർ, യു മേ ബി അവെയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി പറയുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അതൊരു റിമൈൻഡറാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും കൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കറക്റ്റായിട്ടുള്ള ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറിനെ കുറച്ചെങ്കിലും മാറ്റാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതേപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പേർപ്പസ് ഓഫ് ദ മെമ്മോ ഈസ് ടു. അപ്പം അതും പേർപ്പസ് തന്നെയാണ്, മെമ്മോയുടെ തന്നെയാണ് പേർപ്പസ് ചോദിച്ചിരിക്കുന്നത്. എ പറയുന്നത് എന്താണ്? ദ പേർപ്പസ് ഓഫ് ദിസ് മെമ്മോ ഈസ് ടു ഇൻഫോം ദ സ്റ്റാഫ് ഓഫ് ദ ന്യൂ പ്രൊസീജിയർ. സെയിം ലൈക്ക് ഓപ്ഷൻസ് ആണ് ഇവിടെയും തന്നിരിക്കുന്നത് അല്ലേ? ഒരു ന്യൂ പ്രൊസീജിയറിനെ പറ്റി, അത് മറ്റേത് ചോദിച്ചത് അപ്രോപ്രിയേറ്റ് മെത്തേഡിനെ പറ്റി ഇൻഫോം ചെയ്യുകയാണോ. ഇപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റാഫ് ന്യൂ പ്രൊസീജിയറിനെ പറ്റി ഇൻഫോം ചെയ്യുകയാണോ. ബി പറയുന്നത് ദ പേർപ്പസ് ഓഫ് ദ മെമ്മോ ഈസ് ടു ഔട്ട്ലൈൻ ദ സം ചേഞ്ചസ് ഇൻ ദ പ്രൊസീജിയർ. കണ്ടോ? അപ്പം നമ്മൾ ഇത് രണ്ട് ടോപ്പിക്കാണ്, 2 കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന രീതിയും അതിനകത്ത് ഓപ്ഷൻ തന്നേക്കുന്ന രീതിയും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പം നമ്മളിത് ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പല മെറ്റീരിയൽ പല വട്ടമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയെന്നിരിക്കത്തില്ല. അപ്പോൾ ഒരുമിച്ച് നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ, ആരുടെയും സഹായം കൂടാതെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് ഒരു മെമ്മോയാണ്, പേർപ്പസാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓപ്ഷൻ ചോദിച്ചിരിക്കുന്ന രീതികളും ഏകദേശം ഒരേപോലെയാണ് അല്ലേ? എ പറയുന്നു ദ പേർപ്പസ് ഓഫ് ദ മെമ്മോ ഈസ് ടു ഇൻഫോം ദ സ്റ്റാഫ് ഓഫ് ദ ന്യൂ പ്രൊസീജിയറിനെ പറ്റി ഇൻഫോം ചെയ്യുകയാണോ. ബി പറയുന്നു ദ പേർപ്പസ് ഓഫ് ദ മെമ്മോ ഈസ് ടു ഔട്ട്ലൈൻ സം ചേഞ്ചസ് ഇൻ ദ പ്രൊസീജിയർ. ആ പ്രൊസീജിയേഴ്സിലുള്ള ചില ചേഞ്ചസിനെ പറ്റി ഔട്ട്ലൈൻ ചെയ്യുകയാണെന്ന്. സി പറയുന്നു ദ പേർപ്പസ് ഓഫ് ദ മെമ്മോ ഈസ് ടു റിമൈൻഡ് ദ സ്റ്റാഫ് അബൌട്ട് ദ എക്സിസ്റ്റിംഗ് പ്രൊസീജിയറിനെ പറ്റി സ്റ്റാഫിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണെന്ന്. നമുക്കിനി പാരഗ്രാഫിലോട്ട് പോകാം. മെമ്മോ സ്പില്ലേജ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പില്ലേജിനെ പറ്റിയാണ്. പ്രിവെൻറ്റിംഗ് ഫോൾസ് ഇൻ ദ ഇ ഡി ഈസ് എ ടോപ്പ് പ്രയോറിറ്റി. അപ്പം ഇ ഡിയിൽ
ഫോൾസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ടോപ്പ് പ്രയോറിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് എ ബിഗ് ഇഷ്യൂ വി ഹാവ് seen lately concerned liquid spillage in the public areas, especially involving hot drinks from the new vending outlets. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇതിൽ തന്നെ ഫോൾ പ്രിവെൻഷൻ ഫോൾസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ബിഗ് കൺസേൺ ആണ്. അത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് എന്താണ്, പബ്ലിക് ഏരിയാസിൽ, എസ്പെഷ്യലി ഇൻവോൾവിങ് ഹോട്ട് ഡ്രിങ്ക്സ് ഫ്രം ദ ന്യൂ വെൻഡിങ് ഔട്ട്ലെറ്റ്സിൽ നിന്നുള്ള ഹോട്ട് ഡ്രിങ്ക്സിൻ്റെ സ്പില്ലേജ് മൂലമാണ് മിക്കവാറും പബ്ലിക് ഏരിയാസിൽ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഇഫ് ദർ ഈസ് സച്ച് എ സ്പിൽ, ദ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഓൺ ഡ്യൂട്ടി ഷുഡ് ഫോളോ ദ എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോക്കോൾ. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഇഫ് ദർ ഈസ് സച്ച് സ്പിൽ, ഇത്തരത്തിലുള്ള ഒരു സ്പില്ലേജ് ഉണ്ടായി കഴിഞ്ഞാൽ ദ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഓൺ ഡ്യൂട്ടിയിലുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണ്, ഫോളോ ദി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുക. അതിനകത്ത് ഇനി എന്തൊക്കെയാണ് ആ എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോക്കോൾ എന്നുള്ളതാണ് അവർ കോളനിട്ടിട്ട് പറയുന്നത്. വാൺ ദ പേഷ്യൻ്റ് ആൻഡ് അതേഴ്സ് ഇൻ ദ വിസിനിറ്റി ഓഫ് ദ ഇമ്മീഡിയറ്റ് ഫോൾ റിസ്ക്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഫോൾ ഉണ്ടാകാനുള്ള റിസ്ക് ഉള്ള പേഷ്യൻസിനെയും അത് മറ്റുള്ള ആൾക്കാരെയും നമ്മൾ വോൺ ചെയ്യുക. പെട്ടെന്ന് റിസ്ക് ഉണ്ടാവാനുള്ള ആൾക്കാരെയും പേഷ്യൻറ്റിനെയും നമ്മൾ വോൺ ചെയ്യുക. ദെൻ പ്ലേസ് എ യെല്ലോ സൈൻ ഓവർ ദ അഫക്റ്റഡ് ഏരിയ. ആ സ്പില്ലേജ് ഉണ്ടായ ഏരിയയിൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ യെല്ലോ സൈൻ വെക്കുന്നത് അല്ലേ, യെല്ലോ സൈൻ വെക്കുക. ദെൻ മോപ്പ് അപ്പ് ദ സ്പിൽ വിത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മളവിടെ മോപ്പ് ചെയ്യുക. ദെൻ കോൾ ദ ക്ലീനർ ടു ക്ലീൻ ആൻഡ് ഡ്രൈ ദ ഏരിയ. ആ ഏരിയ ക്ലീനും ഡ്രൈ ചെയ്യാനായിട്ട് ക്ലീനറെ കോൾ ചെയ്യുക. വൺസ് ദിസ് ഓപ്പറേഷൻ ഹാസ് ബീൻ പെർഫോംഡ്, അതായത് ഈ ക്ലീനിങ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ദ സൈൻ ഷുഡ് ബി റിമൂവ്ഡ്. ആ നമ്മൾ വെച്ച യെല്ലോ സൈൻ റിമൂവ് ചെയ്യുക. ഇഫ് എ പേഷ്യൻ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് അറ്റ് റിസ്ക് ഓഫ് ക്രിയേറ്റിംഗ് എ സ്പില്ല്, അതായത് ഇപ്പം നമ്മളൊരു പേഷ്യൻറ്റിനെ കണ്ടപ്പോൾ അവർ ഒരു സ്പില്ലുണ്ടാക്കാനുള്ള റിസ്ക് ഉള്ള ആളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദേ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എ ക്ലോസ്ഡ് കപ്പ്. അപ്പം നമ്മൾ അത്തരത്തിലുള്ള പേഷ്യൻസിന് ക്ലോസ്ഡ് കപ്പിൽ വേണം നമ്മൾ കൊടുക്കാനും. ഫ്രം വിച്ച് ടു സിപ്പ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ് ഇൻഫോംഡ്. എന്നിട്ട് എന്താണ്, അതായത് സിപ്പ് ചെയ്ത് നമ്മൾ ക്ലോസ്ഡ് കപ്പ് വെച്ചിട്ട് സിപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി വേണം നമുക്ക് അത്തരത്തിലുള്ള പേഷ്യൻസിന് കൊടുക്കാനും. അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുകയും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏത് ആൻസറിലോട്ടാണ് എടുക്കാൻ പറ്റുക എന്ന് നോക്കാം. എ പറയുന്നത് എന്താണ്, ദ പർപ്പസ് ഓഫ് ദിസ് മെമോ ഈസ് ടു ഇൻഫോം ദ സ്റ്റാഫ് ഓഫ് ന്യൂ പ്രൊസീജിയർ. ഇവിടെ ഒരു പുതിയ പ്രൊസീജിയറിനെ പറ്റി ഇൻഫോം ചെയ്യുന്നതായിട്ട് എവിടെയെങ്കിലും നമ്മൾ കണ്ടില്ല അല്ലേ. അപ്പം നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാം. ബി പറയുന്നു ഔട്ട്ലൈൻ സം ചേഞ്ചസ് ഇൻ പ്രൊസീജിയറിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് നമ്മളിവിടെ കണ്ടോ, ഇല്ല. അപ്പം നമുക്ക് ബിയും എലിമിനേറ്റ് ചെയ്യാം. റിമൈൻഡ് ദ സ്റ്റാഫ് അബൌട്ട് ദ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ. ഇപ്പോൾ ഓൾറെഡി ഉള്ള ആ പ്രൊസീജിയറിനെ പറ്റി സ്റ്റാഫിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. യെസ്, അതല്ലേ, അത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് സച്ച് സ്പിൽ ദ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഓൺ ഡ്യൂട്ടി ഷുഡ് ഫോളോ ദ എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോക്കോൾ എന്നുള്ളതാണ് എന്താണ് എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ, എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തെപ്പറ്റി പിന്നെയും പറയുന്നതിനെയാണ് നമ്മൾ ഇവിടെ റിമൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു കാര്യത്തിന് നമ്മളൊന്നുകൂടെ അവരെ ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഡ്സുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതൊരു റിമൈൻഡറാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2-3 വേർഡ്സ് പറഞ്ഞു. ആസ് യു നോ എന്നോ, ആസ് യു അവെയർ എന്നോ, യു മേ ബി അവെയർ എന്നോ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് എന്നോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതൊരു റിമൈൻഡർ ആണെന്ന്. എന്ന് വെച്ച് അത് മൊത്തം നമ്മൾ വായിക്കുക, പക്ഷേ ഈ വേർഡ്സുകൾ നമ്മളെ ആ ഒരു ഓപ്ഷനിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ട്രിക്സൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കൂടാതെ നമ്മുടെ ആൻസറിലോട്ട് എത്താനും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു മാർക്കല്ലേ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുകയെന്ന്. പക്ഷേ ഈ ഒരു മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്, മിക്ക കുട്ടികളും 340 വന്ന് പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ഒരു മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. അപ്പോൾ ചെറിയ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്കോർ നമുക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.